വളരെ അർജന്റായിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട മറ്റൊരു സാധനമാണ് സ്പ്രോക്കറ്റിന്റെ ബെയറിംഗ്. കണ്ടില്ലേ, നമുക്ക് തൊട്ട് മുമ്പ് ഞാൻ നിങ്ങളൊരു സ്പേസർ കാണിച്ചു തന്നില്ലായിരുന്നു, വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. ഇനിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ ബെൽറ്റ് ഒക്കെ ഫുൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ. ഹലോ ഗൈസ്, ഇപ്പൊ എന്റെ കയ്യിലിരിക്കണം എന്ന് പറയുമ്പോൾ എം ടെക്നിക്സ് ബ്രാൻഡിന്റെ റോയൽ എൻഫീൽഡ് വണ്ടിക്ക് സൂട്ട് ആവണ ബെൽറ്റ് ഡ്രൈവ് ഉണ്ട്. പഴയ മോഡൽ റൈറ്റ് സൈഡ് ഗിയർ തന്നെ ബുള്ളറ്റ്, അതുപോലെ തന്നെ ഹിമാലയ സൂപ്പർ മെറ്റിയോർ, ഈ മൂന്ന് വണ്ടിക്ക് ഒഴികെ ബാക്കി എല്ലാ വണ്ടിക്കും തന്നെ നമുക്ക് ബെൽറ്റ് ഡ്രൈവ്സ് വരുന്നുണ്ട്. ശ്രദ്ധിക്കണം, റോയൽ എൻഫീൽഡ് വണ്ടിക്ക് മാത്രമാണ് നമുക്ക് ബെൽറ്റ് ഡ്രൈവ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മളിപ്പോ ഈ മെയിൻലി ഒരു വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓൺലൈൻ വഴി ഒരുപാട് ബെൽറ്റ് ഡ്രൈവ് നമുക്ക് ഓൾ ഓവർ ഇന്ത്യ കംപ്ലീറ്റ് ഷിപ്പിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമുക്ക് കൊറിയർ പോകുന്നുണ്ട്. പലരുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 16,000 രൂപയൊക്കെ പ്രൈസ് വരുന്ന ഈ ഒരു ബെൽറ്റ് ഡ്രൈവ് പല വർക്ക്ഷോപ്പുകളിലും കൊണ്ടുപോയി ചെല്ലുമ്പോൾ അവർക്കൊന്നും ഇൻസ്റ്റാളേഷനെ കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ല, അല്ലെങ്കിൽ ഇത്രയും വിലയുള്ള സാധനം ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്യണതിന്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഒരു വണ്ടിയിൽ ബെൽറ്റ് ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെ റീസെന്റ് വന്നേക്കുന്ന ഒരു ക്ലാസിക് റീബോണിന് പറ്റിയ ബെൽറ്റ് ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്യണ കംപ്ലീറ്റ് വീഡിയോ നമ്മളിപ്പോൾ ഇതിന്റെ താഴ്ത്തി കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ ഇതിനെ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടോ. ആ വീഡിയോയുടെ അകത്ത് നമ്മൾ ഈ ബെൽറ്റ് ഡ്രൈവ് എങ്ങനെയാണ് ഇതിന്റെ യൂസ് എന്നുള്ളതും, ഇതിന്റെ മെറ്റീരിയൽ എന്താണെന്നുള്ളതും, എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഒക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും, അതുപോലെ തന്നെ ഫുൾ ഇൻസ്റ്റാളേഷൻ വീഡിയോ ഉൾപ്പെടെ ഫുൾ കൊടുക്കുന്നുണ്ട്. മസ്റ്റ് ആയിട്ട് ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ക്ലാസിക്കിന്റെ റീബോൺ വണ്ടിയാണോ നമ്മളിപ്പോൾ ബെൽറ്റ് ഡ്രൈവ് അടിക്കാൻ വേണ്ടി കയറ്റിയേക്കണത്. അതിന്റെ ഫ്രണ്ടിലെ സ്പ്രോക്കറ്റിന്റെ കവറും അതുപോലെ തന്നെ ബാക്കിലെ ടയറൊക്കെ നമ്മുടെ മെക്കാനിക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അഴിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഇതിന് അടിക്കണതിന്റെ പരിപാടികൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർമലി ചൈനീസ് സ്പ്രോക്കറ്റ് എങ്ങനെയാണോ മാറുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ബെൽറ്റ് ഡ്രൈവ് മാറേണ്ടത്. പക്ഷേ ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഇതിൽ 1-2 കാര്യങ്ങൾ ഞാൻ എടുത്ത് പറയുന്നുണ്ട്. ആ വക കാര്യങ്ങളൊക്കെ മെക്കാനിക്കിനോട് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്തോളാം നിങ്ങൾ പറയണം. അപ്പോൾ ഗൈസ്, നമ്മളിത് ഈ വണ്ടിയുടെ ചെയിൻ ഗാർഡ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ അഴിച്ചുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു എം ടെക്നിക്സ് ബ്രാൻഡിൻ്റെ ബെൽറ്റ് ഡ്രൈവ് ഒന്ന് അൺബോക്സ് ചെയ്ത് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടില്ല, ഇപ്പോൾ ഈ ബോക്സിൻ്റെ അകത്ത് വന്നതെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്കൊരു യൂസർ മാനുവൽ വരുന്നുണ്ട്. യൂസർ മാനുവലിൻ്റെ പുറകിലാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു QR കോഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഒരു സൈറ്റിലൊക്കെ കയറാൻ പറ്റും. മാത്രമല്ല, ഈ ബുക്കിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ വിത്ത് ഫോട്ടോസ് എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല, ഇതിൻ്റെ ഫ്രണ്ട് സ്പ്രോക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയലാണ് വരുന്നത് വിത്ത് ബ്ലാക്ക് പൗഡർ കോട്ടഡ്. അത്യാവശ്യം നല്ല കിടിലൻ ക്വാളിറ്റി ആണ് അത് കാണുമ്പോൾ തന്നെ. മാത്രമല്ല, എൻ്റെ ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കാർബൺ മെറ്റീരിയലാണ് ഇവർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് സ്പ്രോക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയലാണ്. മാത്രമല്ല, നല്ല ഹെവി വെയിറ്റ് ഉള്ളൊരു പ്രൊഡക്റ്റാണ് അത്. നല്ലൊരു കിടിലൻ ക്വാളിറ്റി നമുക്കിത് കയ്യിലെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തായാലും തോന്നും. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിന് 2 വർഷത്തേക്ക് അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ് എം ടെക്നിക്സിൻ്റെ കമ്പനി നമുക്ക് വാറണ്ടി ആയിട്ട് തന്നത്. നിങ്ങൾ എന്നാണോ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യണ ദിവസം മുതൽ 2 വർഷത്തേക്ക് അൺലിമിറ്റഡ് കിലോമീറ്റർ. മാത്രമല്ല, ഇനിയിപ്പോൾ കിലോമീറ്റർ ബേസ് നിങ്ങൾ അധികം ഓട്ടോ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്കിപ്പോൾ ഒരു 1,00,000 കിലോമീറ്റർ 80,000-ന് മുകളിൽ കിലോമീറ്റർ പക്ക ഗ്യാരണ്ടി എന്തായാലും തരാൻ പറ്റും. കാരണം അത്രയും ലൈഫ് എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റിന് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാറ്ററിലോട്ട് പോകാം. കണ്ടില്ല, ഇതിൻ്റെ ബാക്ക് സ്പ്രോക്കറ്റാണ് ഇപ്പോൾ നമ്മൾ അഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോർമൽ ചെയിൻ സ്പ്രോക്കറ്റൊക്കെ അഴിക്കണോ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക് സ്പ്രോക്കറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ടൈറ്റൊക്കെ ഉണ്ടാവും. മാത്രമല്ല, ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് കാണുന്നത്. നമുക്ക് റോയൽ എൻഫീൽഡിന് മാത്രമല്ല, നമുക്ക് അത്യാവശ്യം എല്ലാ വണ്ടികളുടെയും സർവീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ജെന്യുവിൻ സ്പെയർ പാർട്സും അതിൻ്റെ കംപ്ലീറ്റ് ആക്സറീസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബാക്കി വണ്ടികൾക്കൊക്കെ കൂടുതൽ നമുക്ക് ആക്സറീസ് ആയിരിക്കുള്ളൂ വരുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ബാക്ക് സ്പ്രോക്കറ്റാണ് ഇതാണ് ബെൽറ്റ് ഡ്രൈവിൻ്റെ. നമ്മൾ കവർ അഴിച്ചു കഴിഞ്ഞിട്ടുള്ള കറക്റ്റ് രൂപം കണ്ടില്ല. എൻ്റെ സ്പ്രോക്കറ്റിൻ്റെ ആ തിക്നെസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അത്യാവശ്യം നല്ല കിടിലൻ മെറ്റീരിയലാണ് ഇവരിത് ചെയ്തേക്കണത്. പിന്നെ ഇതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ടേൺ സൈഡ് എ എവരി 15,000 കിലോമീറ്റർ എന്നുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സൈഡ് എ സൈഡ് ബി ഒക്കെ ഇതിന് വരുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതും ഡീറ്റെയിൽസ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് സ്പ്രോക്കറ്റാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിലും ഇൻസൈഡ് ഔട്ട് സൈഡൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഇടുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഏത് സൈഡാണ് അകത്തോട്ട് പോകേണ്ടതെന്നുള്ളതൊക്കെ വളരെ കറക്റ്റായിട്ട് തന്നെ ശ്രദ്ധിച്ച് ചെയ്യാൻ തന്നെ നോക്കാം. അതുപോലെ തന്നെ അടുത്തത് വരുന്നതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബെൽറ്റാണ്. ബെൽറ്റിന് ഏകദേശം 6,500 രൂപയാണ് സെപ്പറേറ്റ് കോസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ടീത്ത് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ബെസ്റ്റ് ക്വാളിറ്റിയിലാണ് ഇവർ ഈ സാധനം മേക്ക് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് പൊട്ടി പോകുന്നുള്ള പേടിയൊന്നും നിങ്ങൾക്ക് ഒരു കാരണവശാലും വേണ്ടട്ടാ. ആ കാര്യത്തിൽ ഒട്ടും തന്നെ പേടിക്കണ്ട. അതുപോലെ തന്നെ ഈ ഒരു സ്പേസറിൻ്റെ ഉപയോഗം വളരെയധികം ശ്രദ്ധിക്കണം. ഈ സ്പേസർ ഇൻസ്റ്റാളേഷൻ ടൈമിൽ ഞാൻ ഒന്നും കൂടി നിങ്ങളെ കാണിക്കാനുണ്ട്. അപ്പോൾ ഇത് എവിടെയാണ് വന്നതെന്നുള്ളതൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ നോക്കിക്കോട്ടെ. മാത്രമല്ല, നമ്മളിത് അടുത്തത് ഫ്രണ്ട് സ്പ്രോക്കറ്റ് കാര്യങ്ങളൊക്കെ അഴിച്ചെടുക്കുകയാണ്. ചില മെറ്റിയോർ പോലത്തെ വണ്ടികൾക്കൊക്കെ ഫ്രണ്ട് സ്പ്രോക്കറ്റ് കുറച്ച് ടൈറ്റ് ആയിരിക്കും.
അപ്പോൾ ഇതേപോലത്തെ സ്പെഷ്യൽ ടൂൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ എളുപ്പത്തിൽ തന്നെ ഊരിയെടുക്കാൻ പറ്റും. മാത്രമല്ല ഇത് ഊരി കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ, പഴയ ചെയിൻ സ്പ്രോക്കറ്റും കിടന്നതിൻ്റെ ലൂബും കാര്യങ്ങളൊക്കെ അടിച്ചതിൻ്റെ ഉള്ള സ്റ്റെയിൻസാണ് കംപ്ലീറ്റ് കിടക്കുന്നത്. അതുപോലെ തന്നെ വളരെ അർജൻറ്റായിട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട മറ്റൊരു സാധനമാണ് സ്പ്രോക്കറ്റിൻ്റെ ബെയറിങ്. കണ്ടില്ലേ, നമുക്കിത് റോയൽ എൻഫീൽഡിൻ്റെ ജെന്യുവിൻ പാർട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയിൻ സ്പ്രോക്കറ്റ് മാറി അതുപോലെ തന്നെ ബെൽറ്റ് ഡ്രൈവിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ബാക്കിലെ സ്പ്രോക്കറ്റിൻ്റെ അകത്തുള്ള ബെയറിങ് നിങ്ങൾ എന്തൊക്കെ വന്നാലും നിങ്ങൾ മാറിയിരിക്കണം. വെറും 220 രൂപ മാത്രം നിങ്ങൾക്ക് ആ സ്പ്രോക്കറ്റ് ബെയറിങ്ങിന് കോസ്റ്റ് വരുന്നുള്ളൂ. അതൊരു കാരണവശാലും മാറാതിരിക്കരുത്. ഈ ബെൽറ്റ് ഡ്രൈവിൻ്റെ കൂടെ തന്നെ സ്പ്രോക്കറ്റ് നമ്മളിപ്പോൾ അഡാപ്റ്റർ പ്ലേറ്റിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ഉണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് അഴിച്ചെടുത്തത് അതുപോലെ തന്നെ നമുക്ക് ആ ബാക്ക് സ്പ്രോക്കറ്റ് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ ചെയിൻ സ്പ്രോക്കറ്റായിട്ട് ഇൻസ്റ്റാളേഷനിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. മാത്രമല്ല നമ്മളിപ്പോൾ ചെയ്യണമെന്ന് പറയുമ്പോൾ ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ ഏരിയ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങളും മസ്റ്റായിട്ട് ചെയ്യണം. കാരണം ഇനി മുതൽ നമുക്ക് ലൂബോ ക്ലീനോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടാത്തതുകൊണ്ട് തന്നെ ഒരുപാട് അഴുക്കോ കാര്യങ്ങളൊന്നും ഇതിൽ ഇനി വരാൻ പോണില്ല. അപ്പോൾ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ശരി ഫുള്ളായിട്ട് നിങ്ങൾ ഈ സാധനമൊക്കെ ക്ലീൻ ചെയ്യാൻ തന്നെ ശ്രമിക്കുക. അതുമാത്രമല്ല ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ ഒരു സ്പ്രോക്കറ്റിൻ്റെ ഓയിൽ സീൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഹാർഡായിട്ടുള്ള മെറ്റൽ പാർട്സ് ഒന്നും ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാതിരിക്കുക, അതുപോലെ ബ്രഷ് ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഡീസലോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ക്ലീൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കണ്ടേ, ക്ലീനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും നീറ്റായിട്ടിരിക്കും. ഇങ്ങനെ വേണം നിങ്ങൾ ഇനി ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ. അപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് നിങ്ങളൊരു സ്പേസർ കാണിച്ചു തന്നില്ലായിരുന്നു, വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ആ സ്പേസർ ഇട്ട് കൊടുക്കുന്നുണ്ടില്ലേ. അതിൻ്റെ പഴയ ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ ഏരിയയിൽ വന്ന സ്പേസർ നമ്മൾ ഊരിയിട്ട് പകരം കുറച്ചും കൂടി ചെറുതായിട്ട് വന്ന സ്പേസറുണ്ട് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്പേസർ ഫുള്ളായിട്ട് നിങ്ങൾ അകത്തോട്ട് അടിച്ച് കയറ്റണം. ബുദ്ധിമുട്ടൊന്നുമില്ല, മറ്റേത് ഊരിയെടുത്ത പോലെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് കയറാൻ പറ്റും. അതുപോലെ തന്നെ കണ്ടില്ലേ, ഇതിൻ്റെ സ്വിങ്ങാമ് കാര്യങ്ങളൊക്കെ അഴിച്ചിട്ടാണ് നമ്മൾ ബെൽറ്റ് ഇൻസ്റ്റാൾ ചെയ്യണത്. ഓക്കെ, അപ്പോൾ പഴയ ചെയിൻ സ്പ്രോക്കറ്റ് എന്ന് പറയുമ്പോൾ ഇത് ചെയിൻ ലോക്കുള്ള ടൈപ്പാണ്, നമുക്ക് ജസ്റ്റ് അഴിച്ചെടുത്താൽ മതി. സ്വിങ്ങാം എന്തായാലും അഴിക്കണ സ്ഥിതിക്കാണ് നമ്മളിപ്പോൾ സൈഡിൽ കൂടി തന്നെ ഊരിയെടുക്കണത്. ബെൽറ്റും ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ ഫുള്ളായിട്ട് സ്വിങ്ങാം കംപ്ലീറ്റ് താഴേക്ക് ഊരിയെടുക്കേണ്ട ആവശ്യമൊന്നും ഇതിൽ വരുന്നില്ല കേട്ടോ. അത് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സ്പ്രോക്കറ്റ് കാര്യങ്ങളൊക്കെ കയറ്റുകയാണ്. ചിലപ്പോൾ കുറച്ച് ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഹാമർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റായിട്ട് പയ്യെ മുട്ടി അകത്തോട്ട് കയറ്റാം. അതുപോലെ തന്നെ ഫ്രണ്ട് സ്പ്രോക്കറ്റൊക്കെ തന്നെ വളരെ ടൈറ്റാക്കി തന്നെ ഇതിൽ വെക്കണം. അതുപോലെ തന്നെ ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ പുറകിലായിട്ടാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വാഷർ വരുന്നുണ്ട്. ഫ്രണ്ട് സ്പ്രോക്കറ്റ് വൈബ്രേഷനിൽ ലൂസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വാഷർ വരുന്നുണ്ട്. ആ വാഷർ പല വർക്ക്ഷോപ്പുകാരും അത് വിട്ടുപോണ ഒരു കേസാണ്. അപ്പോൾ നമ്മളത് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് വെക്കാം. ബെൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഫ്രണ്ടിലെ സ്പ്രോക്കറ്റിൻ്റെ നെറ്റ് തന്നെ ലൂസായി പോകില്ല. മാത്രമല്ല ഇപ്പോൾ അടുത്തത് നമ്മൾ കാണണമെന്ന് പറയുമ്പോൾ എൻ്റെ സ്വിങ്ങാമ് കാര്യങ്ങളൊക്കെ ലൂസ് ചെയ്യണ കർമ്മമാണ്, കണ്ടില്ലേ. അത് കംപ്ലീറ്റ് ലൂസാക്കിയതിന് ശേഷം നമ്മൾ പഴയ ചെയിനെ കൂരിക്കളഞ്ഞ് അതിന് ശേഷമാണ് നമ്മൾ ബെൽറ്റ് എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യണത്. ബെൽറ്റ് നമ്മൾ എങ്ങനെയാണോ ചെയിൻ ഊരിയത് അതുപോലെ തന്നെ ബെൽറ്റ് നമ്മൾ പയ്യെ അകത്തോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയാണ്. മാത്രമല്ല ഈ ബെൽറ്റ് കയറ്റണ സമയത്ത് ബെൽറ്റിൻ്റെ ടീത്തിന് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് പറ്റാത്ത രീതിയിൽ വളരെ ശ്രദ്ധിച്ച് വേണോട്ട് ഇത് സാധനം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ചെയിൻ്റെ പാഡ്. നമ്മുടെ സിംഗാമിൻ്റെ മുകളിൽ ചെറിയൊരു റബ്ബറിൻ്റെ ബീഡിങ് വരുന്നതുണ്ട്. ആ ബീഡിങ്ങും വണ്ടിയിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. നമ്മുടെ ഫ്രണ്ട് സ്പ്രോക്കറ്റിൻ്റെ ബെൽറ്റിൻ്റെ ഒക്കെ ഇൻസ്റ്റാളേഷൻ നമുക്ക് അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സിംഗാം കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ച് റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ആവശ്യം. അപ്പോൾ സിംഗാമിൻ്റെ ആക്സിന് നിങ്ങൾ കയറ്റണ സമയത്ത് ഇതേപോലെ ഗ്രീസ് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തേക്കണമെന്ന് പറയുമ്പോൾ സിന്തറ്റിക് ഗ്രീസാണ്. ഇതിൻ്റെ റെഡോ ബ്ലൂവോ കളറിൽ അവൈലബിൾ ആയിരിക്കും. അതൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മഴ ചെളിയൊക്കെ അടിച്ച് കയറി കഴിഞ്ഞാൽ സിംഗാമിൻ്റെ ഉള്ളിലുള്ള ഗ്രീസ് പോവാതിരിക്കും. അത്യാവശ്യം ലൈഫ് കൂടുതലായിരിക്കും. അപ്പോൾ സിന്തറ്റിക് ഗ്രീസ് തന്നെ ഇടാൻ വർക്ക്ഷോപ്പുകാരനോട് പ്രത്യേകം പറയാം. മാത്രമല്ല ബാക്ക് സ്പ്രോക്കറ്റ് കയറ്റണ സമയത്ത് ഇപ്പോൾ റബ്ബറിൻ്റെ ബുഷ് കണ്ടില്ല, അതിനെ കുഷ് റബ്ബർ എന്ന് പറയും, അല്ലെങ്കിൽ ഡാമ്പർ ബുഷ് എന്ന് പറയും. ഈ ഡാമ്പർ ബുഷിനും എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലയിൻസ് ഉണ്ടാകുന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യിപ്പിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി വഴി കിടക്കും, ഉറപ്പ് ഞാൻ പറയാം. അപ്പോൾ അത്യാവശ്യം നമ്മുടെ വണ്ടിയുടെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാട്ടെ. കാരണം ഫ്രണ്ട് സ്പ്രോക്കറ്റ്, ബാക്ക് സ്പ്രോക്കറ്റ്, ബെൽറ്റ് തുടങ്ങിയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ഇൻസ്റ്റാളേഷനൊക്കെ കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഡിസ്കിൻ്റെ കാലിപ്പർ കാര്യങ്ങളൊക്കെ റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബ്രേക്ക് പാഡ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ ഇട്ടേക്കണമെന്നുള്ള ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ടും ചെറിയ 2 വീൽ സ്പേസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ വക കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യാം. അതുപോലെ തന്നെ അതേ ഇവിടെ ABSൻ്റെ ഒരു ഡിസ്ക് വരുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കണം. വേറെ എന്തെങ്കിലും ഡിസ്ക് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതുപോലെ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലുമൊക്കെ വെച്ച് തിക്കിയാണ് നിങ്ങൾ കയറ്റണമെന്നുണ്ടെങ്കിൽ തന്നെ ഡിസ്കിന് ചെറിയ രീതിയിലുള്ള ബെൻഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ABS വർക്കാവില്ല. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞു തുടങ്ങി. അടുത്തത് വീൽ ആക്സിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബെൽറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ട വർക്ക് മാത്രമേ ഇതിനകത്ത് ബാക്കി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വീൽ ആക്സിൽ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞത് ബെൽറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എത്ര അളവിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്. മാത്രമല്ല
നോർമൽ ചൈനീസ് സ്പ്രോക്കറ്റായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കി കഴിയുമ്പോൾ ഏതാണ് ലാഭം എന്നുള്ളത് പല കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കാറുള്ളൊരു കാര്യമുണ്ട്. എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും ബെൽറ്റ് ഡ്രൈവ് തന്നെ ഇരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു തവണ ചൈനീസ് സ്പ്രോക്കറ്റ് മാറുമ്പോൾ ആവറേജ് നമ്മുടെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ 15,000 കിലോമീറ്ററാണ് റോയൽ എൻഫീൽഡിനെ സംബന്ധിച്ചോളം. അത് 30,000 കിലോമീറ്റർ കിട്ടണവരുണ്ട്, 5,000 കിലോമീറ്ററിൽ മാറുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ആവറേജ് ഒരു 15,000 കിലോമീറ്ററാണ് എടുക്കാം. നമ്മളൊരു 5 തവണ മാറിക്കഴിയുമ്പോൾ നമുക്ക് കോസ്റ്റ് വേണ്ടതെന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു 16,000 രൂപയാണ്. കാരണം ഒരു തവണ മാറി വരുമ്പോഴത്തേക്കും തന്നെ നമുക്ക് 3,000 മുതൽ 3,500 വരെ പ്രൈസ് വരുന്നുണ്ട്. 5 തവണ നമ്മൾ ചൈനീസ് സ്പ്രോക്കറ്റ് മാറുമ്പോൾ ആവറേജ് നമുക്ക് കിട്ടുന്ന ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75,000 കിലോമീറ്ററാണ്. അത് നമുക്ക് ബെൽറ്റ് ഡ്രൈവിൽ നമുക്ക് ഒറ്റ തവണ കൊണ്ട് തന്നെ കിട്ടും. അതായത് 80,000 മുതൽ 1,00,000 കിലോമീറ്ററിന് മുകളിലായിരിക്കും ബെൽറ്റ് ഡ്രൈവിൻ്റെ ആവറേജ് ലൈഫ്. മാത്രമല്ല 1,00,000 കിലോമീറ്ററൊക്കെ കഴിയുമ്പോൾ ബെൽറ്റ് ഡ്രൈവിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ തന്നെ വീണ്ടും 16,000 മുടക്കി പിന്നെയും ബെൽറ്റ് ഡ്രൈവ് മേടിച്ചിടേണ്ട ആവശ്യമില്ല. ആ ബെൽറ്റ് മാത്രം 6,000-7,000 രൂപ കൊടുത്ത് നിങ്ങൾ മേടിച്ചിട്ടാൽ മതി. ചെയിൻ ടൈറ്റോ ലൂബോ ക്ലീനോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, കംപ്ലീറ്റ്ലി മെയിൻ്റെനൻസ് ഫ്രീ. ആകെ വന്ന ഒരേ ഒരു മെയിൻ്റെനൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ 15,000 കിലോമീറ്റർ കൂടുന്തോറും ഇതിൻ്റെ ബാക്കിലെ സ്പ്രോക്കറ്റ് നിങ്ങളൊന്ന് തിരിച്ചു മറിച്ചിടണം. സൈഡ് എയിന്ന് സൈഡ് ബിയിലോട്ടൊന്ന് തിരിച്ചിടുക, അത്രയും മാത്രം. ഇനിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ ബെൽറ്റൊക്കെ ഫുൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പ്ലേ എന്ന് പറയുമ്പോൾ ഒരു 2 to 3 സെൻറ്റിമീറ്റർ നിങ്ങൾ ബാക്കി വെക്കണം. എന്നാലാണ് നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു റൈഡിങ് സ്മൂത്ത്നെസ് കിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ പോലും ആ യൂസർ മാനുവൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഫുൾ അറിയാൻ പറ്റും. ഇതിപ്പോൾ പുതിയ ജെ സീരീസിലുള്ള വണ്ടികളുടെ ഇൻസ്റ്റാളേഷൻ ആട്ടോ നമ്മൾ കാണിച്ചത്. പഴയ മോഡൽ ക്ലാസിക് സ്റ്റാൻഡേർഡ് ഇലക്ട്ര തണ്ടർബേർഡ് തുടങ്ങിയ വണ്ടികൾക്കൊക്കെ ഇൻസ്റ്റാളേഷൻ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ വീഡിയോസും കൂടി നമ്മുടെ പേജിൽ വൈകാണ്ട് തന്നെ വരും. മാത്രമല്ല ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്ക് അതുപോലെ തന്നെ പർച്ചേസിനൊക്കെ വേണ്ടിയിട്ട് ആ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്തേക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ ഇൻസ്റ്റാളേഷനോ അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാലും താഴത്തുള്ള ഡിസ്ക്രിപ്ഷനുള്ള നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാൻ പറ്റും. മാത്രമല്ല നിങ്ങൾ ഇനിയിപ്പോൾ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. വെബ്സൈറ്റിലോ കാര്യങ്ങളോ ഇനി സ്റ്റോക്ക് ഔട്ട് കാണിച്ചതെന്ന് ഒട്ടും പേടിക്കണ്ട. നമുക്ക് പ്രൊഡക്റ്റ് നമുക്ക് 1-2 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എടുത്തു തരാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഓഫ്ലൈൻ സ്റ്റോറിലും നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ നിങ്ങൾ ഒട്ടും മറന്നു പോകണ്ട. അപ്പോൾ ഗൈസ് നമ്മുടെ ബെൽറ്റ് ഡ്രൈവിന്റെ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് തന്നെ കണ്ടു എന്ന് വിചാരിക്കണം. മാത്രമല്ല നമുക്ക് റോയൽ എൻഫീൽഡിന്റെ എല്ലാ വണ്ടിയുടെ ഉണ്ടെന്നുള്ള നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള എൻക്വയറിയോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കാൻ മറക്കണ്ട. മാത്രമല്ല നമുക്ക് ഏതൊക്കെ വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് 1-2 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് തരാനും പറ്റും. അപ്പോൾ നമ്മുടെ പേജിലുള്ള വീഡിയോസ് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഇനി ക്ലാസിക് 350 പഴയ മോഡൽ വണ്ടി സ്റ്റാൻഡേർഡ് 350 ഒക്കെ ബെൽറ്റ് ഡ്രൈവിന്റെ ഒക്കെ ഫുൾ ഇൻസ്റ്റാളേഷൻ വീഡിയോ ആയിട്ട് പുറകെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.